ശ്രീനാരായണ ഗുരുവിന് മഹചരിതമാല എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ മഹചരിതമാല എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചൊരു വാക്കുണ്ട്: ആകാശത്തിന്റെ ചുവട്ടിലെ, ഭൂമിക്ക് മുകളിലെ ഞാൻ കണ്ട ഏറ്റവും നല്ല കല്യാണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെയും അലി ഇബ്നു അബി ത്വാലിബിന്റെയും കല്യാണമാണെന്ന് ഹൈന്ദവ പണ്ഡിതൻ എഴുതി വെച്ചിരിക്കുക. ആലോചിച്ച് നിങ്ങൾ, അദ്ദേഹത്തിന് അത്ഭുതമായ മാതൃകാപരമായ വിവാഹമായി കണ്ടത് അവിടെ എന്താ സംഭവിച്ചത്? അലി റളിയല്ലാഹു അൻഹു കല്യാണം അന്വേഷിക്കുന്നു, വിവാഹം നടക്കുന്നു, 5 അൻസാറുകളും 5 മുഹാജിറുകളും കല്യാണത്തിൽ പങ്കെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നു. തീർന്നു. അതാണ് വിവാഹം, അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അലി മഹറന്ത് കൊടുക്കും? നീ മഹറന്ത് കൊടുക്കും? എന്റെ കയ്യിലുള്ളത് ഇപ്പോ ഈ കുതിരയും ഈ കണ്ട ഞാനിട്ടിരിക്കുന്ന വസ്ത്രം, ഇതല്ലാതെ എന്റെ അടുത്തൊന്നുമില്ല. റസൂൽ പറഞ്ഞാൽ പറ്റൂല, മഹർ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അലി റളിയല്ലാഹു അൻഹു പോയി തന്റെ കയ്യിലുള്ള പടയങ്കി വിറ്റ് 400 ദിർഹം കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ഈ വിവാഹത്തെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മാതൃകയുള്ള വിവാഹമായി ഹൈന്ദവ പണ്ഡിതന്മാർ എഴുതി വെക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ മാതൃക നമ്മൾ എന്തുകൊണ്ട് പിൻപറ്റുന്നില്ല? എവിടെയാണ് നമുക്ക് തകരാറ് പറ്റുന്നത്? എവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിക്കുന്നത്? ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നില്ല എന്നത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആലോചിച്ച് നിങ്ങൾ, കല്യാണത്തിന്റെ തലേ ദിവസം നടക്കുന്ന മൈലാഞ്ചി കല്യാണം ഗാനമേടയുടെ അകമ്പടിയോടുകൂടി 5 നേരം നിസ്കരിക്കുന്ന വാപ്പണ്ട പെരിയില് ഏറ്റവും നല്ല ദഅവത്ത് നിർവഹിക്കുന്ന ദായിമാരുള്ള കുടുംബങ്ങളുണ്ട് പല കുടുംബങ്ങളിലും. പക്ഷെ ആ വീട്ടില് തലേ ദിവസം ഗാനമേളയാണ്. ആണും പെണ്ണും കൂടി കലർന്ന് ആടി തിമർക്കുന്ന വിവാഹ ചടങ്ങുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നു. മാത്രല്ല, മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ തലേ ദിവസങ്ങളിൽ മദ്യം വിളമ്പുന്ന മുസ്ലിം കല്യാണങ്ങൾ വരെ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണോ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങളെന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇസ്ലാമിലെ വിവാഹങ്ങൾ സുന്നത്തുകൾ അനുസരിച്ചുള്ള, പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ടുള്ള വിവാഹങ്ങളാവണം. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൽപ്പിച്ചതാണ്, യാ മഅ്ശറ ശബാബ മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ, കല്യാണത്തിന്റെ പ്രായമായ ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് നിക്കാഹ് ഉറപ്പിച്ചു, ഇനി കല്യാണപ്പെടാ നിശ്ചയിക്കണ കല്യാണം അടുത്ത ഡിസംബറിൽ. അതിന് എത്ര ദൈർഘ്യം എന്തിനാ? എന്നിട്ട് നീട്ടിയിട്ട് ഒരു കല്യാണം എടുക്കും. എന്നിട്ട് ആ വാപ്പ ഉണ്ടാക്കിയ പൈസ മുഴുവൻ കൊടുത്തിട്ട് അവിടെ തീർക്കും. ആ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം അടിച്ചാൽ പൊളിക്കും. എന്നിട്ട് നാട്ടുകാരെ മുന്നിലാവും, നാട്ടിൽ അറിയപ്പെട്ട കല്യാണം, എന്റെ മോളെ കല്യാണം. എന്താ പോയിട്ട് കിട്ടിയേ? നല്ല ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല, അതിലും ധൂർത്തില്ലാതെ കൊടുക്കണം. കുലു വശ്റബൂ വലാ തുസ്രിഫൂ, തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ അമിതമാകരുത്. വലാ തുസ്രിഫൂ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, ധൂർത്ത് കാണിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭക്ഷണങ്ങൾ ഇങ്ങനെ വാരിക്കോരിയിട്ട് ഒരു തല മുതൽ അങ്ങേ തല വരെ ടേബിൾ വെച്ചിട്ട് നിരത്തി വെച്ചിരിക്കുക. എന്നിട്ട് ബഫേ സിസ്റ്റം. ചില കല്യാണങ്ങളിലൊക്കെ ബഫേ വരിക്ക് നിന്ന് തിന്ന, ബഫലോ എന്നാക്കിയ പോത്തിന്റെ ശൈലി. റസൂലിൽ സുന്നത്തായ ഒരു ശൈലി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിന് പ്രത്യേകം ചെയ്തിട്ട് അതിന് നേരെ എതിര് ചെയ്തിട്ട് പൊങ്ങച്ചം കാണിക്കാ കാര്യത്തിൽ. സഹോദരങ്ങളെ, അപകടമാണ് നമ്മൾ മനസ്സിലാക്കണം. പരലോകത്ത് നമ്മൾ അല്ലാഹുവിന്റെ അടുത്ത് ഉത്തരം പറയണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കൽബിൽ ഉണ്ടാവണം.